ഹായ് എവരി വൺ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു കോളിഫ്ലവർ പൊട്ടറ്റോ മസാല എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് പൊട്ടറ്റോ, അതായത് ഏകദേശം ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ ഇതേപോലെ കട്ടാക്കിയിട്ട് നഖക്ക വെള്ളം ഒഴിച്ചിട്ട് അല്പം സോൾട്ട് ഇട്ട് വെക്കുക. അതുപോലെ തന്നെ കോളിഫ്ലവർ അതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് വെള്ളത്തിനകത്ത് അല്പം സോൾട്ട് ഇട്ട് ഇത് രണ്ടും കൂടെ ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് ഇതിന് വേണ്ടതായ ഒരു മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഞാനൊരു 2 മീഡിയം സൈസ് ഓനിയൻ, ഏകദേശം ഒരു 1 കപ്പ് ഇതേപോലെ ചോപ്പ് ചെയ്തിടുക. ഒരു 1 ഇഞ്ച് വലിപ്പമുള്ളതായ ഇത്രയും ജിഞ്ചർ, ഒരു 6 ഗാർലിക്സ്, 1.5 ടേബിൾ സ്പൂണ് കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇത് പെരിഞ്ചീരകം, അത് ഒരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 സിനമൺ സ്റ്റിക്സ് 1 ഇഞ്ച് വലിപ്പമുള്ളത്, പിന്നെ ഒരു 4 കാർഡമം ഏലക്ക, ഒരു 6 ഗ്രാമ്പു ക്ലോവ്സ്, ഒരു 1/2 ടീസ്പൂണ് സ്മോൾ ജീരകം ക്യുമിൻ സീഡ്സ്, ഒരു 1/2 കപ്പ് വെള്ളം. അതായത് ഇത് നല്ല പേസ്റ്റായി കിട്ടുന്നതിന് വേണ്ടതായ രീതിയിലുള്ള നോർമൽ വാട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ല ഒരു ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കുക. ഇനിയും നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺസ് റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരു കടായി വെക്കുക, ഈ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക, അതൊന്ന് ചൂടാവുക. എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായ പൊട്ടറ്റോ, ദെൻ നമ്മളെടുത്ത് വെച്ച കോളിഫ്ലവർ, ദെൻ ഇവിടെ ഞാൻ അഗെയിൻ ഒരു 2 മീഡിയം സൈസ് വലിപ്പമുള്ളതായ അനിയൻ, ഇങ്ങനെ ഏകദേശം ഒരു അനിയൻ എടുത്താൽ ഒരു 4-5 രീതിയിൽ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് അല്പം വലിപ്പത്തിൽ കട്ട് ചെയ്തത് എടുക്കുക. എന്നിട്ട് ഇത് ഒരു 3 to 4 മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതായത് 3 അല്ലെങ്കിൽ 4 മിനിറ്റ്സ് വരെ ഇത് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 4 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇതുപോലെ ഈ സ്റ്റേജിൽ വരണം. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ചുറ്റുമറ്റും ഇത് വെച്ച് തവ വെച്ച് അല്ലെങ്കിൽ ഇത് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാനേ, അല്ലെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ നമ്മൾക്ക് അത് വഴന്ന് കിട്ടും. ഓക്കെ, ഞാനിത് മാറ്റുകയാണ്. ഞാൻ അതേ പാനിൽ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നു. 2 കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ ആയാലും മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ അരയ്ക്കാനായിട്ട് ഒരു മസാല അരച്ചല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് വഴന്ന ആ
മസാലയിൽ നല്ലതായിട്ട് എണ്ണ പിടിച്ച് അത് സെപ്പറേറ്റഡ് ആകുന്ന അത്രയും ടൈം വരെ ഇത് വഴറ്റുക. മസാല നല്ലതായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടൊമാറ്റോ ഇതേപോലെ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. ഇതും നന്നായിട്ട് ഈ ടൊമാറ്റോ ഈ മസാലയിൽ കിടന്ന് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്യുക. ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പുളിപ്പ് വളരെ കുറവായിട്ടുള്ളതായ തൈര് ഉടച്ചത് 1/2 കപ്പ് ഇതിനോടൊപ്പം ചേർക്കും. ഇതുമായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമനുസരിച്ചുള്ളതായ ഉപ്പ് ചേർക്കുക. ഞാനിവിടെ ഒരു 2 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി വഴറ്റി വെച്ചിട്ടുള്ളതായ പൊട്ടാറ്റോ, അനിയൻ ആൻഡ് കോളിഫ്ലവർ ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വാട്ടർ ആഡ് ചെയ്യുക. നോർമൽ വാട്ടർ, അതായത് ഞാൻ ആ ജാറ് കഴുകി എടുത്തതാണ് ഈ വെള്ളം. അതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഈ വെജിറ്റബിൾ നന്നായി കുക്കാകുന്നത് വരെ കുക്ക് ചെയ്യുക. നമുക്ക് ഇത് വെജിറ്റബിൾ പൊട്ടറ്റോ ഒക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം. പിന്നെ ഈ സമയം നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം, അതായത് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. നമ്മൾക്ക് അല്പം ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്യുന്നു. അതായത് ആ എരിയും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്യുന്നു. പിന്നെ ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. അല്പം മല്ലിയില, നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. അങ്ങനെ നമ്മളുടെ കോളിഫ്ലവർ പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചപ്പാത്തി, അതായത് ഇന്ത്യൻ ബ്രെഡ്, ചപ്പാത്തി, നാന്, പൊറോട്ട, പറാത്ത എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. നമ്മൾ ഗീ റൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലെയിൻ റൈസിൻ്റെ കൂടെയും നല്ലതാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഒരു ഫീഡ്ബാക്ക് തരിക. എന്നെ വേണ്ട രീതിയിൽ എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ബൈ.